സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ഒരു എംഹോക്കിൻ്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ. ഇപ്പം I'm about to go off like a weapon. Fuel to the top, got a filled up engine. In my thoughts obsession. ഹായ്, ഞാൻ സബിൻ സലീം. വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കിലേവർക്കും സ്വാഗതം. മഹേന്ദ്രയുടെ എന്നത്തെയും എക്കാലത്തെയും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു വാഹനമാണ് സ്കോർപിയോ. തുടക്കകാലം മുതൽ തന്നെ ആ ഒരു പേര് ഒരു കാരണവശാലും പിറകോട്ട് പോകാതെ കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു വാഹനമാണ് മഹേന്ദ്ര കൊണ്ടുവരുന്നൊരു വാഹനമാണ് സ്കോർപിയോ എന്ന് പറഞ്ഞാൽ. സ്കോർപിയോ മുതൽ സ്കോർപിയോ എൻ വരെ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഏകദേശം സ്കോർപിയോ എംഹോക്ക് വരെയുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അതിനുശേഷമുള്ള വാഹനവുമായിട്ടാണ് വന്നേക്കുന്നത്. സ്കോർപിയോ ക്ലാസിക് എസ്. സ്കോർപിയോ എസ് എന്നായിരുന്നു ഇതിന് പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ സ്കോർപിയോ ക്ലാസിക് എന്ന പേരിലോട്ട് മാറ്റിയിരിക്കുകയാണ്. അപ്പം സ്കോർപിയോ ക്ലാസിക് S10 ഓട്ടോമാറ്റിക് വാഹനവുമായിട്ടാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ മെക്കാനിക്കൽ വിശേഷങ്ങളും മറ്റുമൊക്കെ നോക്കാം. പല രീതിയിൽ അഭിപ്രായമുള്ള ആൾക്കാരുണ്ട്. അതായത് പഴയ സ്കോർപിയോയുടെ ആ ഒരു മുഖഭാഗമായിരുന്നു നല്ലതെന്നും ഈ ഒരു എസിൻ്റെ അല്ലെങ്കിൽ ക്ലാസിക്കിൻ്റെ ഫ്രണ്ടാണ് നല്ലതെന്നുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ മുൻഭാഗം കാണുമ്പോൾ ഫീൽ ചെയ്തത്? നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ഇഷ്ടം എന്നുള്ളതും താഴെ കമൻറ്റ് ചെയ്തോ. അതേസമയം മുൻഭാഗം ഒഴിച്ച് പിൻഭാഗത്തോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു വണ്ടിയിലില്ല. നമ്മൾ ആ ഒരു സ്കോർപിയോ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു ഇത്രയും കാലത്തെ സ്കോർപിയോ തന്നെയാണ് ഈ ഒരു പിൻഭാഗത്തോട്ട് വരുമ്പോഴത്തേക്കും. ഏറ്റവും പിറകിലായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു ടൈലാമ്പ് ഒരു ക്രിസ്റ്റൽ ടൈപ്പ് ആക്കി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് രസമുണ്ട് കേട്ടോ, ഭയങ്കര ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇപ്പം പലരും ചെയ്യുന്നൊരു പരിപാടി എന്ന് വെച്ചാൽ ഈ ഒരു ടൈലാമ്പ് പഴയ വണ്ടിയിൽ വാങ്ങിച്ച് സെറ്റ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ഗ്ലാഡിങ് വരുന്ന ഭാഗമൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മളെ ഒരു വണ്ടിയുടെ ഡോറ് നമ്മൾ ആ ഒരു പഴയ സ്കോർപിയോയുടെ കണക്ക് തന്നെയാണ്. ഒരു ചെറിയ എൻട്രൻസ് ആണ് സ്കോർപിയോയുടെ പോലെ തന്നെ ഒരു ചെറിയ എൻട്രൻസ് തന്നെയാണ് നമ്മുടെ സ്കോർപിയോ എസ് അല്ലെങ്കിൽ സ്കോർപിയോ ക്ലാസിക്കിന് വരുന്നത്. പിൻഭാഗത്തോട്ട് വരുമ്പോഴത്തേക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഭയങ്കര ഒരു സെറ്റപ്പ് എൻട്രൻസ് ഒന്നും അല്ല എന്നുള്ളതാണ്, അതായത് വലിയൊരു എൻട്രൻസ് അല്ല എന്നുള്ളതാണ്. ഇതിലിപ്പോൾ കയറി ഇറങ്ങുന്ന കാര്യത്തിലാണെങ്കിൽ പ്രായമുള്ളവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു SUV-ലോട്ട് കയറി ഇറങ്ങുന്നതിൻ്റെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു വലിയ വാഹനത്തിലോട്ട് കയറി ഇറങ്ങുന്നതിൻ്റെ ഒരു രസം ഈ ഒരു വാഹനത്തിലും തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു വണ്ടിയുടെ ഇൻറ്റീരിയറിലോട്ട് വരുമ്പോഴത്തേക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സീറ്റാണ് ഈ ഒരു വാഹനത്തിന് കമ്പനി നൽകിയേക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇത്തിരി മാക്സിമം പൊക്കിയിട്ടേക്കാണ്. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെഡ് റൂമും കുഴപ്പമില്ലാത്തൊരു ലെഗ് റൂമും ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല വീതി വാഹനത്തിൻ്റെ ഉൾഭാഗത്ത് നിന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഡാഷ്ബോർഡൊക്കെ ടോട്ടലി വേറൊരു രീതിയിലാണ് കമ്പനി നൽകിയേക്കുന്നത്. വീതി കുറഞ്ഞ രസമുള്ളൊരു ഡാഷ്ബോർഡാണ്. അതായത് വണ്ടിയുടെ ഉള്ളിലോട്ട് കയറിയിരിക്കുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ സ്കോർപിയോയുടെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ ഒരു എന്താ പറയുക, ചെറിയ ഗ്ലാസ്സുകളൊക്കെ ആയതുകൊണ്ട് ഉള്ളിലോട്ട് കയറുമ്പോഴത്തേക്ക് അടഞ്ഞിരിക്കുന്ന കണക്കൊരു ഫീലിംഗ് ഉണ്ട് എന്നുണ്ടെങ്കിലും ഈ ഒരു ഡാഷ്ബോർഡൊക്കെ ഉന്തിത്തള്ളി ഇരിക്കാത്തത് കൊണ്ട് തന്നെ ആ ഒരു ഫീലിങ്ങിൽ കുറച്ച് മാറ്റമുണ്ട് എന്നുള്ളത് ഈ ഒരു ക്ലാസിക്കിൽ വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. ഇതിൻ്റെ സീറ്റിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്ക് സീറ്റിംഗ് പൊസിഷനൊക്കെ രസമുണ്ട് കേട്ടോ. അത് കണക്ക് തന്നെ വണ്ടി ഇരുന്ന് ഓട്ടിക്കാനൊക്കെ ആയിട്ടാണെങ്കിലും നമുക്ക് ഈ ഒരു സ്കോർപിയോയുടെ അകത്തോട്ട് ഈ ഒരു ക്ലാസിക്കിൻ്റെ അകത്തോട്ട് കയറി ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു ആനപ്പുറത്തിരിക്കുന്നൊരു ഗമ എന്തായാലും വരും. നല്ല രീതിയിൽ റോഡ് പ്രസൻസ് ഉള്ള ഒരു വാഹനമാണ് ഈ ഒരു സ്കോർപിയോ എന്ന് പറഞ്ഞാൽ. അതായത് സ്കോർപിയോയുടെ ഏതൊരു വകഭേദം എടുത്തു നോക്കുകയാണെങ്കിലും നല്ല രീതിയിൽ ആ ഒരു റോഡ് പ്രസൻസും കാര്യങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കുന്ന രീതിയിലുള്ളൊരു ഭംഗിയുള്ളൊരു സാധനമാണ് സ്കോർപിയോ. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡ്രൈവർ സീറ്റിൻ്റെ ഭാഗത്തോട്ട് കയറിയിരിക്കാം. ഈ ഡ്രൈവർ സീറ്റിലോട്ട് നല്ല രീതിയിലുള്ള കംഫർട്ടും കാര്യങ്ങളും തീർച്ചയായിട്ടും ഉണ്ട്. ഇരുന്ന് യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും വണ്ടി ഓടിക്കുമ്പോഴാണെങ്കിലും ആ ഒരു കംഫർട്ട് നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. ഇറങ്ങി എന്താ അപ്പർ സൈഡിലോട്ടൊന്ന് കയറാം. അപ്പോൾ നമ്മൾ ഡ്രൈവർ സീറ്റിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്കും ഇപ്പോഴും ഞാൻ പറയുകയാണ്, പ്രായമുള്ളവർക്ക് കയറി ഇറങ്ങാൻ ചെറിയൊരു ബുദ്ധിമുട്ടായിരിക്കും. കാര്യം വലിയൊരു വാഹനം എന്നുള്ള രീതിയിൽ തന്നെയാണ്. അല്ലാത്ത പക്ഷം ഇതുപോലെ അങ്ങോട്ട് കയറിയിരുന്നാൽ എൻ്റെ ഒരു പൊസിഷനിലോട്ട് ഞാൻ ജസ്റ്റ് പിടിച്ചിടാം. ഈ ഒരു സൈഡ് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അയ്യോ അടിപൊളി. അപ്പോൾ ഈ ഭാഗത്തോട്ടിരിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെഡ് റൂമും നല്ല രീതിയിലുള്ള ലെഗ് റൂമും ഈ ഒരു വാഹനത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ കണക്ക് ഡാഷ്ബോർഡ് ഒതുങ്ങിയൊരു ഡാഷ്ബോർഡ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. മറ്റേന്ന് വെച്ചാൽ സ്കോർപിയോയുടെ ഡാഷ്ബോർഡ് കുറച്ചും കൂടെ ഉന്തി മുന്നോട്ട് വന്നിട്ട് മറ്റേ പിടിയോട് കൂടി വരുന്നൊരു ഡാഷ്ബോർഡ് ആയിരുന്നു എന്നുള്ളതാണ്. ഇപ്പം ഇതിൽ ഡാഷ്ബോർഡ് കുറച്ചും കൂടെ അങ്ങോട്ട് മാറിയുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ചെറുതായുമ്പോഴത്തേക്ക് വണ്ടിയിൽ കയറിയിരുന്ന് യാത്ര ചെയ്യാനായിട്ടാണെങ്കിൽ നല്ല രീതിയിലുള്ളൊരു രസമായിട്ടുണ്ട്. അതായത് മുൻഭാഗത്തോട്ട് കയറിയിരിക്കുമ്പോൾ ഒരു രസമായിട്ടുണ്ട്.
ഇപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ എസ്റ്റൺ എന്ന് പറയുന്നൊരു മോഡലാണ്. ആ സമയത്ത് എസ്റ്റൺ ഓട്ടോമാറ്റിക് ആ സമയത്ത് ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പം എസ്റ്റൺ അല്ല S11 ആണ് ടോപ്പ് എൻഡ് വരുന്നത്. ഇപ്പം ഈ ഒരു പിൻഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ ഈ ഒരു സീറ്റ് ഇത്തിരി പുറകോട്ടിട്ടൊക്കെയാണ്, എന്നാലും ഇതാ പിൻഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് ബക്കറ്റ് സീറ്റാണ് വരുന്നത്. ഈ ഒരു സീറ്റ് ഞാനിത്തിരി ലൈറ്റായിട്ടൊന്ന് പുറകോട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇപ്പോൾ ഈ ഒരു സീറ്റ് അല്പം കൂടി മുമ്പോട്ടിട്ടാൽ നല്ല രീതിയിലുള്ള ലെഗ് റൂമും കിട്ടും. അത് കണക്കിന് ഹെഡ് റൂം അടിപൊളിയായിട്ട് ഹെഡ് റൂമും ഉണ്ട്. നമുക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ കംഫർട്ടായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ സെൻട്രൽ റോ വരുന്നത്. ഇപ്പം ഒരു 7 സീറ്റർ വാഹനമാണ്. ഈ ഒരു സെൻട്രൽ റോയിൽ രസമുണ്ട് കേട്ടോ, ഇരുന്ന് യാത്ര ചെയ്യാനായിട്ട് നല്ല രസമാണ്. നിങ്ങളിതാ ഈ ഒരു വണ്ടിയുടെ സെൻട്രലിലോട്ട് നോക്കുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഇരിക്കുന്ന സീറ്റിൻ്റെ ഈ ഒരു ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലൊരു ഗ്യാപ്പുണ്ട്. നമുക്ക് ഇതിലെ വേണമെങ്കിലും കയറാം, അത് കണക്ക് തന്നെ സീറ്റ് ഹോൾഡ് ചെയ്ത് വേണമെങ്കിലും കയറാം. ഞാനിപ്പം ഇതിലെ ജസ്റ്റ് ഒന്ന് കയറി കാണിച്ചു തരാം. ഇതിൽ ഇങ്ങനെ ജസ്റ്റ് കയറുകയാണെങ്കിൽ ഇവിടെ ഈ സെൻട്രലിൽ ഇരിക്കുന്നവർക്കൊക്കെ നല്ല രീതിയിൽ കാലൊക്കെ നീട്ടി വിശാലമായിട്ടിരിക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു സീറ്റിൻ്റെ പിൻഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ലെഗ് റൂമിൻ്റെ കാര്യത്തിൽ ചെറിയൊരു ബുദ്ധിമുട്ട് വരും. ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ മുട്ട് തട്ടുന്നതും കുത്തിയിരിക്കുന്ന കണക്കൊരു ഫീലിംഗ് ചെറിയ രീതിയിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു സീറ്റ് അല്പം മുമ്പോട്ടിരിക്കുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, നല്ല രീതിയിൽ കുഴപ്പമില്ലാതെ വലിയവർക്കും ഈ ഒരു ഏറ്റവും ലാസ്റ്റത്തെ റോയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇരിക്കാൻ പറ്റും. അതേസമയം ഈ നടുക്ക് ഭാഗത്ത് ഈ ഒരു സീറ്റിന് നടുക്ക് ഭാഗത്തിരിക്കുന്നവർക്ക് ഇപ്പം ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ കാലിനോ കൈക്കോ വേദനയൊക്കെ ഉള്ള ഒരാളുണ്ട്, അല്ലെങ്കിൽ ദൂരയാത്രയൊക്കെ പോകുമ്പോൾ ശരീരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബാക്കിൽ പിടിച്ചിരുത്തിയിട്ട് കാലിങ്ങനെ നീട്ടി വെച്ചിരുന്നാൽ മതി. പക്ഷേ അതിൽ വേറൊരു വിഷയമുണ്ട്, ഈ ഒരു വണ്ടിക്ക് അതായത് സ്കോർപ്പിയോയ്ക്ക് സ്വാഭാവികമായിട്ടും വരുന്നൊരു ബോഡി റോള് അതൊരു പ്രശ്നം തന്നെയായിരിക്കും. അതുകൊണ്ട് ഒരുപാട് സ്പീഡിൽ പോകാൻ പറ്റുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പം ഈ ഒരു വണ്ടിയുടെ ഏറ്റവും പിൻഭാഗത്തോട്ട് വരുമ്പോഴത്തേക്കുള്ളൊരു കംഫർട്ട് ഇങ്ങനെയാണ്. ഈ ഒരു ഭാഗത്തോട്ടിരുന്നാലും ഈ രീതിയിൽ തന്നെയാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് ഒരു ലോങ് ട്രിപ്പിലൊക്കെ പിൻഭാഗത്ത് ഇത്തിരി വലിയവർക്കൊന്നും വലിയ കുഴപ്പമില്ലാതെ, ഭയങ്കര കംഫർട്ടൊന്നും പറയുന്നില്ല, വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇരിക്കാൻ പറ്റും. ഇതുപോലെ സീറ്റ് മടക്കിയിടുകയാണെങ്കിൽ സുഖമായിട്ട് കയറി ഇറങ്ങാൻ പറ്റും. അതുപോലെ തന്നെ ഞാനിപ്പം ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ട് സീറ്റ് ഇത്തിരി മുമ്പോട്ടാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു സീറ്റും കൂടെ കുറച്ചൊന്ന് മുമ്പോട്ടാക്കാൻ പോവുകയാണ്. മുമ്പോട്ടാക്കി. ഇനിയിപ്പം ഈ ഒരു സീറ്റിൻ്റെ പിൻഭാഗത്തിരിക്കുന്നവർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത, ഭയങ്കര ലെഗ് റൂമൊന്നുമില്ല, നേരത്തെ ഞാൻ കാണിച്ചു തന്നല്ലോ അതിനെയും കാട്ടി കുറച്ചും കൂടെ കംഫർട്ടായിട്ടുള്ള ലെഗ് റൂമും കാര്യങ്ങളും ലഭിക്കും. ഇപ്പം മുൻഭാഗത്തിരിക്കുന്ന ആൾക്കാർ ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ പിൻഭാഗത്ത് ഏറ്റവും ലാസ്റ്റത്തെ റോയിലിരിക്കുന്നവർക്കും അത്യാവശ്യം നല്ല രീതിയിൽ കുഴപ്പമില്ലാതെ യാത്ര ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ എൻജിൻ സൈഡിലോട്ടൊന്ന് കിടക്കാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയുടെ ബോണറ്റ് ഇതാണ് നമ്മളെ വണ്ടിയുടെ എൻജിൻ വരുന്നത്. അത്യാവശ്യം വെയിറ്റുള്ള ബോണറ്റ് ആയതുകൊണ്ട് തന്നെ ഗ്യാസ് സ്റ്റഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഫെയിലറാണ്, ഞാൻ കൈ അടിക്കുകയാണെങ്കിൽ താഴെ പോകും. അപ്പോൾ അത് സിമ്പിളായിട്ട് മാറാവുന്ന കേസേ ഉള്ളൂ. ഈ കാണുന്നതാണ് നമ്മളുടെ ആ ഒരു എൻജിൻ, M-HOK എൻജിൻ. അപ്പം ഈ ഒരു എൻജിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ നമ്മളുടെ ഒരു പഴയ സ്കോർപ്പിയോയിൽ വരുന്ന കണക്കത്തുള്ള എൻജിൻ തന്നെയാണ്. അപ്പം ഈ ഒരു എൻജിൻ്റെ ക്യൂബിക് കപ്പാസിറ്റി വരികയാണെങ്കിൽ 2179 ക്യൂബിക് കപ്പാസിറ്റിയും 120 BHPയും 280 Nm ടോർക്കുമാണ് ഈ ഒരു എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു എൻജിനാണ്. കാഴ്ചയിൽ പ്രത്യേകിച്ച് നമ്മുടെ സ്കോർപ്പിയോയുമായിട്ട് ഒരു രീതിയിലും വ്യത്യാസമില്ലാത്ത ആ സെയിം എൻജിൻ തന്നെയാണ് ഈ ഒരു വാഹനത്തിലും കമ്പനി നൽകിയിരിക്കുന്നത്. ആ ഒരു സെയിം എൻജിൻ, സെയിം പാറ്റേൺ, എല്ലാം സെയിം തന്നെയാണ്. ഈ ഒരു വണ്ടിയുടെ ടൈമിംഗ് വരുന്നത് വെച്ചാൽ ടൈമിംഗ് ചെയിനാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ടൈമിംഗ് ചെയിൻ വരുന്നത്. 2 സെറ്റായിട്ടാണ് ഇതിൻ്റെ ടൈമിംഗ് ചെയിനും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇൻ്റർകൂളറാണ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. ഈ ഒരു കവർ നമുക്ക് നെട്ടിളക്കിയാൽ മാത്രമേ ഇതിൻ്റെ ബോൾട്ടുകളും കാര്യങ്ങളൊക്കെ ഇളക്കിയാൽ മാത്രമേ ഇളക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ വെറ്റ് ടൈപ്പ് എയർ ഫിൽറ്ററാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നിർബന്ധമായിട്ടും കൃത്യമായ കിലോമീറ്ററുകളിൽ ഇത് മാറണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എയർ ഫിൽറ്റർ ഡ്രൈ ആയി പൊടിഞ്ഞിട്ട് ഇതിൻ്റെ MAF സെൻസറാണ് നിങ്ങൾ ഈ കാണുന്നത്, അതായത് മാസ് എയർ ഫ്ലോ സെൻസർ. ഇതിൻ്റെ മുൻഭാഗത്തായിട്ട് ഒരു നെറ്റ് കണക്കുണ്ട്. അപ്പം ഈ ഒരു എയർ ഫിൽറ്റർ പൊടിഞ്ഞിട്ട് നേരെ ഈ ഒരു നെറ്റിൻ്റെ ഭാഗത്ത് വന്ന് അടഞ്ഞ് ഈ ഒരു MAFിലോട്ടുള്ള മാസ് എയർ ഫ്ലോയിലോട്ടുള്ള ഒരു ഫ്ലോ കുറയുകയും വണ്ടിക്ക് ലിമ്പ് മോഡിലോട്ട് പോകാനും വണ്ടിക്ക് വലിവില്ലാണ്ടാവാനൊക്കെ ഉള്ള ഒരു പ്രശ്നങ്ങൾ കാണിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് ഇതിൻ്റെ എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ മാറാനായിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഓയിൽ ലീക്കാണ് ഈ വാഹനങ്ങളുടെ, അതായത് സ്കോർപ്പിയോയുടെ പ്രധാനപ്പെട്ട വില്ലനായിട്ട് വരുന്നത്. പൊതുവേ ഓയിൽ ലീക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ ഈ ഒരു വാഹനത്തിൽ ശ്രദ്ധിച്ചേക്കണം. ഓയിൽ ലീക്കൊക്കെ തുടങ്ങുമ്പോൾ തന്നെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ഓയിൽ ലീക്ക് ഏത് ഭാഗത്തു നിന്നാണെന്ന് നോക്കി അതിന് കൃത്യമായിട്ട് സർവീസും പരിഹാരവും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഓയിൽ ലീക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് ഇത്തരം എഞ്ചിനുകളിൽ ഉണ്ടാക്കാറുണ്ട്. 2 PK ബെൽറ്റുകളോടുകൂടി വരുന്ന ഒരു 2 ബെൽറ്റ് സെപ്പറേറ്റ് ഡ്രൈവുകളാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിരിക്കുന്നത്. ഒരെണ്ണം AC കംപ്രസറിനാണ് നൽകിയിരിക്കുന്നുണ്ടെങ്കിൽ, അതായത് വാട്ടർ പമ്പ് AC കംപ്രസറിനുമാണ് നൽകിയിരിക്കുന്നുണ്ടെങ്കിൽ, ഒരെണ്ണം വന്നിട്ട് ഇതിൻ്റെ ഓൾട്ടർനേറ്ററിനും അത് കണക്ക് തന്നെ ഇതിൻ്റെ പവർ സ്റ്റിയറിങ്ങിൻ്റെ പമ്പിനും വേണ്ടിയിട്ടാണ്. അതായത് ഇതൊരു ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ബോക്സ് വരുന്ന ഒരു
വാഹനമാണ്. ഇതിൻ്റെ പവർ സ്റ്റിയറിംഗ് വന്നിട്ട് ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ബോക്സാണ്. സ്കോർപ്പിയോയിലൊക്കെ നമുക്ക് പൊതുവേ കണ്ടുവരുന്നൊരു കേസ് കേട്ടായിരുന്നു ഇതാണ്ട് ഈ ഒരു ഫിൽട്ടർ കേസിൻ്റെ പ്രശ്നം. ഈ ഫിൽട്ടർ കേസ് ലീക്കോ മറ്റ് വിഷയങ്ങളോ ആകുന്നതല്ല യഥാർത്ഥത്തിൽ വരുന്നത്. ഫ്യൂവൽ ടെമ്പറേച്ചർ സെൻസർ വരുന്ന ഈ ഒരു യൂണിറ്റിൻ്റെ ഉൾഭാഗത്തായിട്ടാണ്. അപ്പം ഫ്യൂവൽ ടെമ്പറേച്ചർ സെൻസർ ഫെയിലിയർ കാണിക്കുകയാണെങ്കിൽ ഈ ഒരു സെറ്റ് മൊത്തത്തിൽ മാറേണ്ടി വരും എന്നുള്ളതാണ് സാധാരണ സ്കോർപ്പിയോയ്ക്ക് വരുന്ന പ്രശ്നങ്ങളൊക്കെയാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. അതേപക്ഷം മറ്റു രീതിയിലൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ നൽകുന്ന ഒരു എഞ്ചിനാണ് നിങ്ങൾ ഈ കാണുന്നത്. ഒരു വേരിയബിൾ ജോമെട്രിക് ടർബോ ആണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ടർബോയും കാര്യങ്ങളൊക്കെ കമ്പനി നൽകിയിരിക്കുന്നത്. നമ്മൾ ഈ ഒരു സ്കോർപ്പിയോയുടെ എഞ്ചിൻ്റെ സൈഡിലോട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ തന്നെ സ്കോർപ്പിയോ എംഹോക്കിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ XUV 500 എംഹോക്ക് എഞ്ചിൻ എടുത്ത് വെച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണോ ആ എഞ്ചിനിലെ കാര്യങ്ങൾ പറഞ്ഞേക്കുന്നത് അത് തന്നെയാണ് ഇതിൻ്റെയും സർവീസും മെയിൻ്റനൻസും മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. ഇത് ഒരു ഓട്ടോമാറ്റിക് വാഹനമാണ്. നമുക്ക് ഓടിച്ചു നോക്കുമ്പോഴത്തേക്ക് പറയാം. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ സസ്പെൻഷൻ്റെ ഭാഗത്തോട്ട് പോകാം. സസ്പെൻഷൻ്റെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് ഇതിൽ വന്നേക്കുന്ന ടയർ സൈസ് എന്ന് വെച്ചാൽ 235, 65, 17 ഇതിൻ്റെ ടയർ സൈസും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഇതിൻ്റെ മുൻഭാഗത്ത് സസ്പെൻഷൻ വരുന്നത് ഇൻഡിപെൻഡൻറ്റ് ടൈപ്പ് സസ്പെൻഷനാണ്. ഒരു ലൈറ്റ് ഡ്യൂട്ടി സ്റ്റിയറിംഗ് ബോക്സാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയേക്കുന്നത്. അതായത് ഹൈഡ്രോളിക് ടൈപ്പ് സ്റ്റിയറിംഗ് ബോക്സ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ലൈറ്റ് ഡ്യൂട്ടിയാണ് ഈ ഒരു വാഹനത്തിൽ വരുന്ന സ്റ്റിയറിംഗ് ബോക്സ് വന്നിട്ട്. ഡബിൾ വിഷ്ബോൺ ടൈപ്പ് സസ്പെൻഷനാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. ഒരു ലോവർ ആം, അപ്പർ ആം, ലോവർ ആം ബോൾ ജോയിൻറ്റ്, അപ്പർ ആം ബോൾ ജോയിൻറ്റ്, ലോവർ ആം അപ്പർ ആം ബുഷുകൾ, ഷോക്ക്, കോയിൽ, ടയർ ഓടൻറ്റ്, സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ് അത്തരത്തിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ സസ്പെൻഷൻ്റെ ഒരു രീതിയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇൻഡിപെൻഡൻറ്റ് ടൈപ്പ് സസ്പെൻഷനാണ് ഈ ഒരു വാഹനത്തിന് മുൻഭാഗത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ വെന്റിലേറ്റർ ടൈപ്പ് ഡിസ്ക് ബ്രേക്കാണ് ഈ ഒരു വാഹനത്തിൻ്റെ മുൻഭാഗത്ത് വരുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ പിൻഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് ഒരു 4 ലിങ്ക് റിജിഡ് സസ്പെൻഷനാണ് ഈ ഒരു വാഹനത്തിൻ്റെ പിൻഭാഗത്തോട്ട് വരുന്നത്. കോയിൽ സ്പ്രിംഗ് തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പിൻഭാഗത്ത് സസ്പെൻഷൻ്റെ ഭാഗത്തായിട്ട് വരുന്നത്. അതുപോലെ തന്നെ റിയൽ വീൽ ഡ്രൈവാണ് ഈ വാഹനത്തിന് മുൻപോട്ടും പുറകോട്ടും ചലിപ്പിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ പിൻ ചക്രങ്ങളാണ്. പിൻഭാഗത്ത് വരുന്നത് ഈ ഒരു എസ്റ്റൻ്റെ പിൻഭാഗത്ത് വരുന്നത് വെച്ചാൽ ഡ്രം ബ്രേക്കുകളാണ്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശബ്ദം എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ആ എംഹോക്കിൻ്റെ സെയിം തന്നെയാണ്. എന്നാലും സ്റ്റാർട്ട് ചെയ്തോ. ഓഫ് ചെയ്തോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ഒരു എംഹോക്കിൻ്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ. ഇപ്പം നേരത്തെ കേട്ട കിറന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു കവർ ചെറുതായിട്ട് ലൂസായിട്ടിരുന്ന് അടിച്ച ശബ്ദമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവൻ്റെ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. സാധാ സ്കോർപ്പിയോ കാട്ടി ഇതിന് മുമ്പുള്ള നമ്മളെ എംഹോക്ക് സ്കോർപ്പിയോ കാട്ടി കുറച്ചും കൂടെ വണ്ടി ഡ്രൈവിങ്ങിലും മറ്റുമൊക്കെ ആയിട്ട് കുറച്ചും കൂടെ കംഫർട്ട് കൂടുതൽ ഈ ഒരു വാഹനത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു വാഹനം സെയിലിന് ഇട്ടേക്കുന്നതാണ്. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിലൊക്കെ ജസ്റ്റ് ഒന്ന് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾ വന്ന് കണ്ട് നല്ലൊരു ടെക്നീഷ്യനെ കാണിച്ച് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുക്കാം. ഓഫ് റോഡ് ആണെങ്കിലും ഓൺ റോഡ് ആണെങ്കിലും ഒരേ കണക്ക് പെർഫോമൻസ് കാണിക്കുന്ന ഒരു സാധനമാണ് നമ്മളെ ഒരു സ്കോർപ്പിയോ. ഇപ്പം നല്ല റോട്ടിൽ കയറിയാണെങ്കിലും ഒന്നും അറിയത്തില്ല, നല്ല കിണ്ണനടി ഷർറെന്നും പറഞ്ഞ് കയറി പോവാം എന്നുള്ളതാണ്. ഏകദേശം ഒരു 14 മുതൽ 15 വരെയാണ് ഇതിൻ്റെ മൈലേജ് കമ്പനി പറയുന്നത്. അത്യാവശ്യം ആ ഒരു രീതിയിൽ തന്നെ ഈ ഒരു വാഹനത്തിൽ മൈലേജ് ലഭിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്കിപ്പം ഫാമിലി യൂസിനാണെങ്കിലും സെൽഫ് യൂസിനാണെങ്കിലും അത്യാവശ്യം ധൈര്യമായിട്ട് എടുത്ത് കൊണ്ടുനടക്കാൻ പറ്റുന്നൊരു മോഡൽ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ പഴയ മോഡൽ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല, അത്യാവശ്യത്തിന് ചെറിയ റേറ്റിനൊരു വണ്ടി വേണം, അല്ലെങ്കിൽ കയ്യിലൊതുങ്ങുന്ന റേറ്റിനൊരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ, സ്കോർപ്പിയോ ആണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്നിന് മുമ്പ് ഇറങ്ങിയ ഈ ഒരു വണ്ടി ധൈര്യമായിട്ട് നിങ്ങൾക്ക് കൈവെക്കാവുന്നതാണ്. വണ്ടി വന്ന് ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.